ഇത് ഈ നമ്പർ 1 ഇപ്പോൾ ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒന്നും അല്ല. കേരളത്തിലെ ജനങ്ങളും പുറം ലോകവും ഇപ്പോൾ നമ്പർ 1 ആയിട്ട് കൊടുക്കുന്നത് ഈ തള്ളൽ എന്ന് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, അതിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാം. ഈ ആവശ്യമില്ലാതെ വാദിക്കുക, വീമ്പിളക്കുക. ആ വീമ്പിളക്കൽ അല്ലെങ്കിൽ തള്ളൽ എന്ന പേരിൽ പ്രസിദ്ധമായ ഈ തള്ളലിന് കേരളം നമ്പർ 1 തന്നെയാണ്, ഒരു സംശയമില്ല. മറിച്ച് നോക്കൂ, നമ്മളുടെ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ കുറേ നാളുകളായി എത്രയോ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടാകും. ആരോഗ്യ മേഖലയെ കുറിച്ച്, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജുകളെ കുറിച്ച് പൊതുവെയും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പായി, ഡോക്ടർ ഹാരിസ് ചിറക്കൽ വളരെ മുൻകൂട്ടി തന്നെ ആരോഗ്യ മേഖലയിലെ, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജുകളിലെ മരുന്നുകളുടെയും ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെയും സിസ്റ്റത്തിന്റെയും ഒക്കെ പാളിച്ചകളെ കുറിച്ച് മുന്നേ കൂട്ടി ദീർഘവീക്ഷണത്തോടുകൂടി മുന്നറിയിപ്പ് നൽകിയപ്പോൾ അത് ഉൾക്കൊണ്ട് വേണ്ടുന്ന മാറ്റങ്ങളോ അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് അത് പുറംലോകത്തെ അറിയിക്കാൻ അദ്ദേഹത്തെ ക്രൂശിക്കാനാണ് ശ്രമിച്ചത്. ഇപ്പോ ഇന്നലെ അദ്ദേഹം വീണ്ടും, ഇന്നലെ ശ്രീ വേണുവിന്റെ മരണം ഒന്ന് നോക്കൂ. കേരളത്തെ മുഴുവൻ ജനങ്ങളെയും, അത് കക്ഷി രാഷ്ട്രീയ ജാതിമത ഭേദമന്യേ മലയാളികളെ മുഴുവൻ വേദനിപ്പിച്ച, മനുഷ്യ ഹൃദയമുള്ള, കാരുണ്യമുള്ള, മനുഷ്യത്വമുള്ള ഏതൊരാളെയും വേദനിപ്പിച്ച ഒരു മരണമാണ് വേണുവിന്റെ മരണം. ഒരു സാധാരണ ഒരു മരണം പോലെ നമുക്കതിനെ കാണാൻ കഴിയില്ല. 49 വയസ്സുള്ള ഒരു ഓട്ടോ ഡ്രൈവറാണ് അദ്ദേഹം. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് സ്വന്തം സുഹൃത്ത്, അഗ്നിശമന മേഖലയിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് അൻവർ സാദത്തിന് അയച്ച ഒരു വോയിസ് ക്ലിപ്പ് അന്ന് തന്നെ രാത്രി ഞാൻ അത് കേൾക്കുകയുണ്ടായി. അത് അന്ന് കേട്ടപ്പോൾ നല്ല ആരോഗ്യമുള്ള ഒരാളിന്റെ ശബ്ദമായിട്ടാണ് നമ്മൾക്കത് കേട്ടപ്പോൾ തോന്നിയത്. അദ്ദേഹം പറഞ്ഞ എന്താ, ഇവിടെ മുഴുവൻ കൈക്കൂലി മാത്രമാണ്, എന്ത് ചോദിച്ചാലും ഒരു മറുപടിയും കിട്ടില്ല, എന്തെങ്കിലും ചോദിച്ചാൽ യൂണിഫോം ഇട്ടവരോട് ചോദിച്ചാൽ നായയെ നോക്കുന്നത് പോലെ പോലും നോക്കില്ല. 5 ദിവസമായി ഞാൻ ഇവിടെ എത്തിയിട്ട് ഒന്നും ചെയ്യുന്നില്ല, എന്നോട് കാണിക്കുന്ന ഈ ഉദാസീനത എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ട 2 പേർ തിരുവനന്തപുരത്ത് നിൽക്കണമെങ്കിൽ പ്രതിദിനം എത്ര രൂപ ചെലവാകുമെന്ന് അറിയാമോ? ഓരോ ജീവന്റെയും ശാപം നിറഞ്ഞിരിക്കുന്ന നരകമായ മെഡിക്കൽ കോളേജ്. പിന്നീട് അദ്ദേഹത്തിനോട് പറയുന്നത്, ഞാൻ അടിയിലിനകത്ത് വന്ന് വീണുപോയി, ഒരു കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത്, എന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് കാരണം, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അൻവർ സാദത്തെ എന്റെ വോയിസ് പുറം ലോകത്തെ അറിയിക്കണം. അത് പുറം ലോകത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ തൊട്ടടുത്ത ദിവസമാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ ഈ 1-ാം തീയതി ശനിയാഴ്ച അവിടെ എത്തിയത് മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾ കൃത്യമായി അവർ പറയുകയുണ്ടായി. അവർ പറഞ്ഞു, ബുധനാഴ്ച ഡോക്ടർമാര് പരസ്പരം ഇംഗ്ലീഷിലാണ് പറഞ്ഞത്. ഇവരൊരു സ്വകാര്യ സ്കൂൾ അധ്യാപികയാണ്. അവർ പറഞ്ഞു വെനസ്ഡേ ഓർ ഫ്രൈഡേ ആൻജിയോഗ്രാം ചെയ്യാം. അങ്ങനെ ബുധനാഴ്ച ആൻജിയോഗ്രാം ചെയ്യും എന്ന് പറഞ്ഞു. അതിനുള്ള തയ്യാറെടുപ്പുകളും ഒക്കെ നടത്തി. ICUവിൽ കയറ്റി, ICUവിലേക്ക് ധരിക്കാനുള്ള വെള്ളമുണ്ട് വേണമെന്ന് പറഞ്ഞു, അത് കൊടുത്തു. പിറ്റേ ദിവസം രാവിലെ അറ്റൻഡർമാർ വന്ന് ആൻജിയോഗ്രാം ചെയ്യാനുള്ളവരുടെ പേര് വിളിക്കുന്നു. ആ പേരിൽ വേണുവിന്റെ പേര് വരുന്നില്ല. അപ്പോൾ വേണു തന്നെ അറ്റൻഡറോട് ചോദിക്കുന്നു, എന്റെ പേരില്ല. അപ്പോൾ അറ്റൻഡർ പറയുന്നു, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഡോക്ടറോട് തിരക്കാൻ. പിന്നീട് ഡോക്ടർമാർ പറഞ്ഞ എന്താ, അത് ബുധനാഴ്ച ആൻജിയോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞത് ശരിയാണ്, പക്ഷേ അന്ന് കുറെ പേരുടേത് ഫിക്സ് ചെയ്തിട്ടുണ്ട്, ആരെങ്കിലും വന്നില്ല എങ്കിൽ ക്യാൻസൽ ആവുകയാണെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞേന്ന്. നമുക്ക് ഈ റെയിൽവേയില് RAC എന്ന് പറഞ്ഞ സംവിധാനമുണ്ട്, റിസർവേഷൻ അഗൻസ്റ്റ് ക്യാൻസലേഷൻ. ഒരാൾ ക്യാൻസൽ ചെയ്താൽ ഈ വെയിറ്റിംഗ് ലിസ്റ്റിൽ കിടക്കുന്ന ഒരാളിന് സീറ്റ് കിട്ടും. അപ്പൊ നമുക്ക് കേരളത്തിൽ പുതിയൊരു സംവിധാനം തുടങ്ങാം, AAC, ആൻജിയോഗ്രാം അഗൻസ്റ്റ് ക്യാൻസലേഷൻ. ആൻജിയോഗ്രാമിനെ നിശ്ചയിച്ചില്ലെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള ഒരാളിന് കൊടുക്കുന്ന ലോകത്തിന് ഒരു പരിപാടിയായിട്ട് വേണമെങ്കിൽ ആരോഗ്യമന്ത്രിക്ക് പേരെടുക്കാം. നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞ എന്താ, ബെൻസ് കാറുള്ളവർ വരെ, ബെൻസ് കാറിലാണ് ഈ സർക്കാർ ആശുപത്രികളിൽ, മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ആശുപത്രികളിൽ ചികിത്സിക്കാൻ വരുന്നത്. അദ്ദേഹത്തിന് സ്വന്തമായി ബെൻസ് കാർ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അമേരിക്കയിൽ പോകുന്നത്. എന്തൊക്കെ തള്ളലുകളാണ് മെഡിക്കൽ കോളേജുകളെയും ആശുപത്രികളെയും കുറിച്ച് പറയുന്നത്. എന്നിട്ട് ഈ അദ്ദേഹത്തിന്റെ ഭാര്യ, വേണുവിന്റെ ഭാര്യ സിന്ധു എന്ന അധ്യാപിക പറയുകയാണ്, വളരെ പാടുപെട്ട് അവസാനം ഒരു ഡോക്ടർ വന്ന് നോക്കി ഇദ്ദേഹത്തെ,
നോക്കിയ സമയത്ത് ഇദ്ദേഹത്തിന് കൊടുക്കാനായിട്ടുള്ള മരുന്ന് ആദ്യം സെപ്റ്റോമൈസിൻ എങ്ങാണ്ട് ആർത്രോമൈസിനോ ഏതോ ഒരു ഗുളിക കൊടുക്കാൻ പറഞ്ഞു. നേഴ്സ് പറയുന്നു അത് സ്റ്റോക്കില്ല. അപ്പൊ പറയുന്നു ഡോളോ 650 കൊടുക്കാൻ, അതും സ്റ്റോക്കില്ല. അപ്പൊ 500 കൊടുക്ക്, അതും സ്റ്റോക്കില്ല. അപ്പൊ ഈ ടീച്ചർ പറയാണ് എന്റെ കയ്യിൽ മരുന്നുണ്ട്, ഞാൻ തരാം. അങ്ങനെ അവർ കൊണ്ടുവന്ന് ആ ഗുളിക ഡോക്ടറെ കാണിച്ചിട്ടാണ് ഈ മരിക്കുന്നതിന് മുമ്പ് ഈ പേഷ്യന്റിന് കൊടുത്ത. ഒന്ന് ആലോചിച്ച് നോക്കൂ. മെഡിക്കൽ കോളേജിൽ മരിക്കാൻ വരുന്ന ഒരാള് കയ്യിൽ ഡോളോ ഉൾപ്പെടെയുള്ളത് കൊണ്ടുവരണമെന്ന് അവരല്ലേ പറയുന്നത്. ഇത് മറ്റ് പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ KPCC പ്രസിഡന്റോ അല്ലെങ്കിൽ BJPയുടെയോ ആരെങ്കിലും ഒരു നേതാവാണ് ഇത് പറയുന്നതെങ്കിൽ രാഷ്ട്രീയം പറയുകയാണെന്ന് പറയാം. മെഡിക്കൽ കോളേജിലെ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനും ഒരു ഡോക്ടറുമായ ഹാരിസ് ചിറക്കൽ അവിടുത്തെ അപാകതകളെ കുറിച്ച് പറയുന്നു. ഇതാ മരണപ്പെട്ട വേണുവിന്റെ മരണമൊഴിയ. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരാൾ അപകടത്തിൽപ്പെട്ടോ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചോ ഒക്കെ മരണത്തിൽ കിടന്നാൽ അയാൾ അവസാനം പറയുന്ന മരണമൊഴിക്ക് പിന്നെ അപ്പീലില്ല. അവിടെ തെളിവൊന്നും വേണ്ട. അയാൾ പറഞ്ഞ വെറുതെ ഒരാളിന്റെ പേരെങ്കിലും പറഞ്ഞു അയാൾ പ്രതിയാ. ആ മരിക്കുന്നതിന് മുമ്പ് ഈ വേണു നടത്തിയ ഈ ശബ്ദ സന്ദേശം അത് മരണമൊഴിയാണ്. ഞാൻ മരിക്കാൻ പോകുന്നു എന്ന് മുന്നകൂട്ടി പറയുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുന്നീതാ. ഇവിടെ ആ ശബ്ദ സന്ദേശം പുറത്ത് വന്നില്ലായിരുന്നിരിക്കട്ടെ, അങ്ങനെ ഒരെണ്ണം ചെയ്തില്ലായിരുന്നു എന്നിരിക്കട്ടെ, ഈ രോഗി മരിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ഇതുപോലെ ഒരു പരിഗണനയും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും? നമ്മൾ പോലും വിശ്വസിക്കില്ല. അവിടെ ഈ ശബ്ദ സന്ദേശം മുന്നേ കൂട്ടി നോക്കൂ. മുന്നേ അദ്ദേഹത്തിന് എന്തോ ഒരു സൂചന കിട്ടി മരിക്കാൻ പോവുകയാണ്. അവിടെയും ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. ആരോഗ്യമേഖല നമ്പർ 1 ആണെങ്കിൽ ആദ്യം അവർ പോയത് പ്രാഥമിക പ്രൈമറി ഹെൽത്ത് സെന്ററില്ല. അവിടുന്ന് ഉടൻ തന്നെ നേരെ കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക്, സർക്കാർ ആശുപത്രിയിലേക്ക് വിട്ടു. അവിടെ വന്ന ഉടനെയും അവിടെ ചികിത്സയില്ല. അവിടുന്ന് ഉടനെ അടുത്ത കടലാസ് എഴുതി പറയുകയാണ് ഏറ്റവും വേഗത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയി ആൻജിയോഗ്രാം ചെയ്യുന്നത്. അവിടുന്ന് ആംബുലൻസ് കിട്ടാത്തതുകൊണ്ട് ചവറയെന്ന് ആംബുലൻസ് വിളിച്ചവർ ഇവിടെ എത്തി 1-ാം തീയതി സന്ധ്യയ്ക്ക്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴോ ഇന്ന് ഡോക്ടർ ഹാരിസ് തന്നെ പറഞ്ഞ എന്താ, വാർഡ് നമ്പർ 1, വാർഡ് നമ്പർ 2, വാർഡ് നമ്പർ 28 ഈ വാർഡുകളിൽ സംസ്കാരമുള്ളവർക്ക് നമ്മുടെ സംസ്കാരം അനുസരിച്ച് ഉള്ള ഒരാളിനും അവിടെ പോകാനോ കാണാനോ പറ്റിയില്ല. എന്താ, തറയിൽ കിടക്കണം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ തള്ളുന്ന കേരളത്തിൽ മെഡിക്കൽ കോളേജിൽ തറയിലാണ് കിടക്കുന്നത്. പണ്ട് ഈ മെഡിക്കൽ കോളേജില് കൂടുതൽ രോഗികൾ വരുന്നത് കൊണ്ട് ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ തിരുവനന്തപുരത്ത് 2ാമതൊരു മെഡിക്കൽ കോളേജിന് തറക്കല്ലിട്ടു, ബിൽഡിംഗ് കെട്ടി. ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ. ആ മെഡിക്കൽ കോളേജിന്റെ തറക്കല്ലിട്ട ദിവസം ഇപ്പോഴത്തെ ഭരണകക്ഷിയുടെ യുവജന സംഘടന ഹർത്താൽ ആചരിച്ചു. 2ാമത്തെ മെഡിക്കൽ കോളേജ് വേണ്ട എന്ന് പറഞ്ഞു. ഇപ്പൊ പറയുന്നത് എന്താ, മെഡിക്കൽ കോളേജിൽ ഒരുപാട് പേഷ്യൻസ് വരുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, കേരളത്തിലെ ആളുകൾക്ക് ധാരാളം അസുഖമുണ്ട്. അതിന്റെ കുഴപ്പം ആർക്കാ? എല്ലാം ശരിയാക്കിയെന്ന് പറയുന്നവര് പറയുന്നു ആളുകളുടെ രോഗികളുടെ എണ്ണം കൂടി. രോഗികളുടെ എണ്ണം കൂടുന്നത് എന്തുകൊണ്ടാണ്? അതും ഗവൺമെന്റിന്റെ കൈവശല്ലേ. അപ്പോൾ ഇത്തരത്തിൽ നമ്മളുടെ സംവിധാനങ്ങൾക്ക് സിസ്റ്റം എന്ന് പറഞ്ഞാലും സിസ്റ്റം, ഈ സിസ്റ്റത്തിന്റെ കുഴപ്പം മാറ്റാനില്ലേ മന്ത്രിമാർ. ആ മന്ത്രിമാര് പിന്നെ ആരെയാ കുറ്റം പറയുന്നത്? അപ്പോൾ ഇവിടെ രാജഭരണകാലം തൊട്ട് കേരളം നമ്പർ 1 നമുക്കറിയാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് രാജാവിന്റെ കാലത്ത് തുടങ്ങിയതാണ്. അവിടുത്തെ 1ാമത്തെ ഔട്ട് പേഷ്യന്റ് ജവഹർലാൽ നെഹ്റു ആണ്. അത് രാജാവിന്റെ കാലത്ത് തുടങ്ങിയ മെഡിക്കൽ കോളേജ്. പിന്നെ നമ്മളുടെ ആരോഗ്യ മേഖലയിലുള്ള ഹോസ്പിറ്റലുകളുടെ പേര് നോക്കൂ. SIT ശ്രീ അവിട്ടം തിരുനാൾ. അവിടെ അവിട്ടം തിരുനാൾ രാജാവ് ചെറിയ പ്രായത്തിൽ മരണപ്പെട്ടപ്പോൾ ഒരു കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ പാവപ്പെട്ടവർക്ക് രാജകൊട്ടാരത്തിലുള്ള എനിക്കുണ്ടാക്കിയല്ല ചെയ്തത്. ആ SIT ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാധാരണക്കാരുടെ പ്രസവം നടക്കുന്ന ആശുപത്രിയാണ് SIT. അടുത്തത് SUT ശ്രീ ഉത്രാടം തിരുനാൾ. വീണ്ടും ശ്രീ ചിത്തിര തിരുനാൾ മെഡിക്കൽ സയൻസ്. എല്ലാം രാജാക്കന്മാരുടെ പേരില്ല. അതുകൊണ്ട് എന്താ മനസ്സിലാക്കുന്നത്? കേരളം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ആരോഗ്യ മേഖലയിൽ കേരള യൂണിവേഴ്സിറ്റി, തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി 1935 ആൽബർട്ട് ഐൻസ്റ്റൈൻ അവിടുത്തെ ആദ്യ വൈസ് ചാൻസലറാക്കാൻ രാജാവ് വിളിച്ചതാ. അപ്പൊ ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസവും കാലം മുതൽ നമ്മൾ നമ്പർ 1. അല്ലാതെ ശ്രീമതി വീണ ജോർജോ ശ്രീമതി ശൈലജ ടീച്ചറോ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയും ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയുമായതുകൊണ്ടല്ല. ഇപ്പൊ മെഡിക്കൽ കോളേജിൽ ഡോളോ ഇല്ല, സെപ്റ്റോമൈസിൻ ഇല്ല. പക്ഷേ ന്യായീകരണ ചുവന്ന ക്യാപ്സൂളുകൾ ടൺ കണക്കിന്
ഈ രാജ്യത്ത് ലഭ്യമാണ്. അത് മര്യാദയല്ല. നമ്മൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഗവൺമെന്റ് അത് പരിഹരിക്കണം. എത്രയോ കോടി രൂപയുടെ 158 കോടി രൂപയുടെ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ രൂപ കൊടുക്കാത്തത് കൊണ്ട് നമ്മുടെയൊക്കെ വീട്ടിൽ ഇൻസ്റ്റാൾമെന്റ് മുടങ്ങിയാൽ സാധനം എടുത്തുകൊണ്ട് പോകും. കാറിന്റെ സീറ്റ് മുടങ്ങിയാൽ കാറ് പിടിച്ചുകൊണ്ട് പോകും. ഗവൺമെന്റിന് കൊടുത്ത പാവപ്പെട്ടവരുടെ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് കൊടുത്ത ഉപകരണങ്ങൾ ആ കമ്പനികൾ വന്ന് എടുത്തുകൊണ്ട് പോകുന്നത് വരെ വന്നിട്ടും മുഖ്യമന്ത്രി മിണ്ടുന്നില്ല, നമ്മുടെ ആരോഗ്യമന്ത്രി പറയുന്നില്ല. എന്തു വന്നാലും ഒരു റിപ്പോർട്ട്. ഇവിടെ ഡോക്ടർമാർ സമരത്തില്ല, അവർക്ക് പ്രശ്നമുണ്ട്. അവർക്ക് കിട്ടുന്ന ശമ്പളം വളരെ പരിമിതമാണ്. അവിടുത്തെ ഈ ചെറക്കലിനെ പോലെയുള്ള എത്രയോ നല്ല ഡോക്ടർമാർ അതിന്റെ 5 ഇരട്ടി സാലറി വെളിയിൽ കിട്ടുമെങ്കിലും അവർ പോകാതെ അവരിവിടുത്തെ പാവപ്പെട്ടവരോട് പ്രതിബദ്ധതയുള്ളത് കൊണ്ടാണ്. പക്ഷെ അവരുടെ ശമ്പളം കൃത്യമായി കൊടുക്കുന്നില്ല, അവരുടെ DA കൃത്യമായി കൊടുക്കുന്നില്ല, ആവശ്യത്തിന് ആദരിക്കുന്നില്ല. ഇപ്പൊ ഡോക്ടർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, മെഡിക്കൽ കോളേജൊന്നും ബോർഡ് വെച്ചാൽ പോരാ. പക്ഷേ ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ മെഡിക്കൽ കോളേജ് കിട്ടിയതെല്ലാം ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന്റെ അംഗീകാരത്തോടു കൂടിയാ. വെറുതെ ബോർഡ് വെച്ചാൽ പറ്റില്ല. പക്ഷെ അവിടെ കാലാകാലങ്ങളിൽ പുതിയ സ്റ്റാഫിനെ കൊടുക്കണം. ഇപ്പോൾ ചെയ്യുന്ന എന്താ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് 10 പേരെ എടുത്ത് വയനാട്ടിൽ കൊടുക്കും, വേറെ ഒരു മെഡിക്കൽ കോളേജിൽ 5 പേര്. അപ്പോൾ ഇവിടെ ആള് കുറയും. ഈ ഗവൺമെന്റിന് എന്തുകൊണ്ട് പുതിയ നിയമനങ്ങൾ നടത്തിക്കൂടാ, പുതിയ തസ്തികകൾ സൃഷ്ടിച്ചുകൂടാ, അതുപോലെ മെറ്റീരിയൽസ്, ഹാളുകൾ ഒക്കെ ചെയ്തുകൂടെ? അപ്പോൾ ഈ ഗവൺമെന്റ് അല്ല, ഏത് ഗവൺമെന്റ് ആയാലും പാവപ്പെട്ട ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വിഷയമാണ് ആരോഗ്യ മേഖല. ആ ആരോഗ്യ മേഖലയ്ക്ക് നമ്പർ 1 സ്ഥാനം ബഡ്ജറ്റിൽ. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയത് 500 തസ്തികകൾ ഈ വീണ ജോർജ് എന്ന മന്ത്രി ആവശ്യപ്പെട്ടിട്ട് 202 തസ്തികകളെ ബാലഗോപാൽ എന്ന് പറയുന്ന അതേ CPM-ന്റെ ധനമന്ത്രി നൽകുന്നുള്ളൂ. അതുകൊണ്ട് ആരോഗ്യ വകുപ്പിന് ആവശ്യമുള്ള പണവും ആവശ്യത്തിനുള്ള കെട്ടിടങ്ങളും എല്ലാ സൗകര്യങ്ങളും നൽകി മനുഷ്യൻ ജീവിച്ചിരിക്കേണ്ടെന്നാണ് ഏറ്റവും പരമപ്രധാനമായ ആവശ്യം. ഏറ്റവും വേഗത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വന്ന 5 ദിവസം തറയിൽ കിടന്ന് നരകയാതന അനുഭവിച്ച ഈ വേണുവിന്റെ അനുഭവം ഇനി കേരളത്തിൽ ഒരാൾക്കും ഉണ്ടാകാൻ പാടില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.